അപ്പോൾ നമ്മൾ സൂവിൽ പോയതിൻ്റെ ബാക്കി വിശേഷങ്ങളാട്ടോ. നമ്മൾ മുതലേനെ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ആന ഉണ്ടായിരുന്നു കേട്ടോ. ആന നിൽക്കുന്ന ആ സ്പേസ് കണ്ടോ, അത്രയും സ്പേസിലാണ് ആന നിൽക്കുന്നത്. അതായത് അതൊരു സൂ ആണെന്നൊന്നും അതിന് തോന്നുന്നുണ്ടാവുന്നില്ല, ഇരിക്കും. പിന്നെ നമ്മൾ കണ്ടത് ഹിപ്പോട്ടാമസിനെ കേട്ടോ. ഹിപ്പോട്ടാമസിനെ കണ്ടിട്ട് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഓസ്ട്രിച്ചിനെയാണ്. ഒത്തിരി ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു അവിടെ. ഓസ്ട്രിച്ചിനെ കണ്ടു കഴിഞ്ഞിട്ട് സൂവിൻ്റെ ലാസ്റ്റത്തെ ആനിമലായ ജിറാഫിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ജിറാഫിനെ കണ്ടു, ജിറാഫ് നടന്നു പോയിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ക്യാൻറ്റീനിൽ നിന്ന് ചായയൊക്കെ കുടിക്കാം, വൈകുന്നേരം ടൈമല്ലേ എന്ന് വിചാരിച്ച് ക്യാൻറ്റീൻ്റെ അടുത്തേക്ക് പോയപ്പം ക്യാൻറ്റീൻ്റെ അടുത്തായിട്ട് ഒരു ഫിഷിൻ്റെ ഷേപ്പിലായിട്ടൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ പിന്നെ കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ കണ്ടോ, ഒത്തിരി മാനൊക്കെ ഉണ്ടായിരുന്നു. മാനിനെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൊമ്പുള്ള മാനായിരുന്നു. അപ്പം പേടിയായിരുന്നു, അടുത്ത് പോയാൽ ഇനി കുത്തുമോ എന്നൊക്കെ പേടിയായിരുന്നു. എന്നാലും നമ്മൾ ഫീഡ് ചെയ്തു. അതവിടെ നമ്മുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ മാനിനെയൊക്കെ ഫീഡ് ചെയ്തു കേട്ടോ. പിന്നെ ഈ ഒരു ഫിഷ് ടാങ്ക് ഒക്കെ കാണാൻ വേണ്ടി കയറി. ഒത്തിരി ഫിഷസ് ഉണ്ടായിരുന്നു, എല്ലാത്തിനും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ